അപ്പോൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയും. ഇഖ്ലാസ് വേണ്ടേ? എടാ, ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യം, ഉസ്താദെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്? എടാ, ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും മൂന്നാലൊരു കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും, എത്ര വലിയ മോശക്കാരനാണെങ്കിലും, ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താപ്പ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്, ഇതെന്താ പടച്ചവൻ? അപ്പഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത ദുആ ഉണ്ടല്ലോ, ആ ദുആയ ഇത്. അന്ന് നീ ചോദിച്ചപ്പോ കിട്ടിയില്ല, അന്ന് നീ ചോദിച്ചപ്പോ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇന്ന് അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ആഖിറത്തിൽ കിട്ടും. അപ്പൊ ഒന്നുകിൽ ദുആ ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചോദിച്ചത് അല്ലാഹു തരും, അതല്ലെങ്കിൽ രണ്ട് ആഖിറത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ മൂന്ന് എന്തെങ്കിലും അല്ലാഹു നിനക്ക് തരും. ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറിനെങ്കിലും അല്ലാഹു തട്ടിമാറ്റും. ഇതാ അല്ലാഹ്, ഇതാണ് പടച്ചറബ്. പക്ഷെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ചുമ്മാതെ ചാടിക്കേറി ഇരുന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദയോടുകൂടി, അദബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമയെ പോലെ നിൽക്കണം, യാചിക്കുന്നവനെ പോലെ. പഞ്ചായത്ത്